ഹായ് ഹോൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾ വരാറായി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. എന്നും ഞാൻ എണ്ണക്കടിയായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് കൊടുക്കും, അവർക്കായാലും ബോറടിക്കൂലേ. അപ്പോൾ അധികം ഞാൻ ബ്രെഡ് വെച്ചിട്ട് സിമ്പിളായിട്ടോ അല്ലെങ്കിൽ അപ്പം ചുട്ട് കൊടുക്കാറോ ദോശയായിട്ടോ അങ്ങനെയൊക്കെയാണ്. എപ്പോഴും ഇല്ല, ഇടയ്ക്കൊന്ന് ചേഞ്ച് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിൽ ആട്ടപ്പൊടി കേട്ടോ കൂടുതൽ ചേർക്കുന്നത്, മൈദപ്പൊടി ചേർക്കണില്ല. ഞാൻ അധികം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാൻ എന്ത് പൊരിക്കടികൾ ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ അതിലധികം മൈദ ചേർക്കാറില്ല. ഒരു സോഫ്റ്റ്നെസ്സിനും ഇതിനും മാത്രം 1 സ്പൂണോ 2 സ്പൂണോ, അതിൽ കൂടാറില്ല മൈദ കേട്ടോ. ഫുള്ള് ഞാൻ ആട്ടപ്പൊടിയായിട്ട് തന്നെയാണ് വെച്ച്, മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ലത് തന്നെ ആയിക്കോട്ടെ എന്നുള്ളതിൽ ആട്ടപ്പൊടിയാണ് എല്ലാത്തിലും കൂട്ടാറുള്ളത്. ഇതിപ്പോൾ ഉള്ളിവടക്ക് മാവ് കുഴക്കണ പോലെ മാവ് കുഴച്ചതിന് ശേഷം കാടമുട്ട അതിൽ ഫില്ല് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു സിമ്പിൾ റെസിപ്പി കേട്ടോ. രാവിലെ നേരത്തെ സ്കൂളിൽ പോകണോണ്ട് തന്നെ വന്നാൽ നല്ല വിശപ്പിക്കാരം. അപ്പോൾ ഫ്രിഡ്ജ് തുറക്കുക, സ്റ്റോറൂമിൽ പോവുക, എന്തൊക്കെ കിട്ടണം അതൊക്കെ നിന്ന് വയറ് ഫുള്ളാക്കൂട്ടോ. അപ്പോൾ അവർ വരുമ്പോഴത്തേന് തന്നെ അവർക്ക് എല്ലാം റെഡിയാക്കി വെച്ചാൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. ഇപ്പോൾ ഇതാ എമ്യൂട്ടൻ നീച്ചു വന്നിങ്ങനെ, അവന് പനിയായിട്ടാണ്. അപ്പോൾ ആളെ മൂടൊന്നും ശരിയല്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വെള്ളം തരാം, അത് തരാം, ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് മൂഡ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. നമ്മളെ മക്കൾക്ക് അസുഖം വന്നാൽ അങ്ങനെയല്ലോ. അപ്പോൾ ഒന്നും കൂടെ അവരെ കൂടെ നമ്മൾ ഇരിക്കുക, കിടക്കുക, ഒന്നിനും സമ്മതിക്കില്ല അങ്ങനെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. സൈസ് കുറച്ച് കൂടി പോയിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര, ഞാൻ അത്യാവശ്യം, കാരണം അവർ എണ്ണം വെച്ചിട്ടാണ് തിന്നുക. എനിക്ക് 1 മതി 2 മതി. അപ്പോൾ ഞാൻ ആ 1-2 നന്നായിട്ട് സൈസ് ഒന്ന് കൂട്ടും കേട്ടോ. കാരണം 1-2 അല്ലേ കഴിക്കപ്പോൾ അതിൽ സൈസ് കൂട്ടിയാൽ അത്യാവശ്യം വയറ്റിക്ക് ആവുമല്ലോ എന്നുള്ളതിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു 7 മുട്ടയ്ക്കുള്ള മാവല്ലായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇങ്ങനെ ഉള്ളിവട പോലെ പൊരിച്ചെടുക്കുക കേട്ടോ. വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്കത് വെച്ചെടുക്കുക, മക്കൾക്ക് ഇത് കൊടുക്കുക എന്നുള്ളതിൽ. ഇനിയിപ്പോൾ ഇത് ഞാനിന്ന് അരിനെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചാൽ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ അരിനെല്ലിക്ക ഉപ്പിലിട്ടതെന്ന് കമൻറ്റ് ചെയ്യേണ്ടി. പിന്നെ ഇപ്പോൾ ഇത് വൈകുന്നേരം ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഇതാവുമ്പോൾ കൊതുകും അങ്ങനത്തെ ഒന്നും വരില്ല. വീട്ടിൽ നല്ലൊരു സ്മെല്ല് വയ്ക്കാറും നല്ലൊരു ഫീലിങ് തരും കേട്ടോ ഈ ഒരു സംഭവം എന്ന് ചെയ്യുമ്പോൾ. അതങ്ങനെ ശീലമായിട്ട് ഊതുപോയൊക്കെ കേട്ടോ അങ്ങനെ. ഇനിയിപ്പോൾ മക്കൾ വരാറായി തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ അവർ വണ്ടീൻ്റെ സൗണ്ട് ഇട്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. വന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ മിസ് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഭയങ്കര. പിന്നെ വരുമ്പോൾ തന്നെ ആ ഡ്രൈവറെ പറ്റിക്കും. ഒന്നെങ്കിൽ എന്തെങ്കിലും സിപ്പപ്പോ അതൊക്കെ. ഇന്നിപ്പോൾ ഫ്രൂട്ടി കേട്ടോ. ഞങ്ങൾ എന്നിട്ട് അവനിങ്ങനെ ചീത്ത പറയും. പക്ഷെ അവൻ പറയും, കട കാണുമ്പോഴത്തേന് പറയും അതുവാണ് ഇതുവാണെന്ന്. അപ്പോൾ അങ്ങനെ അവൻ്റെ വക ഓരോ ദിവസം ഓരോന്നായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ സ്നാക്ക് കഴിക്കട്ടെ ആള്. ടേസ്റ്റ് ഉണ്ടാ? സൂപ്പർ. വന്ന പാടന്നെ വേഗം ഓടിക്കും കുളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കേട്ടോ ഫുഡൊക്കെ കൊടുക്കാറ്. പിന്നെ ചെറിയൊരു കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിക്കാനൊക്കെ ഇരിക്കാറ്. രാവിലെ നേരത്തെ എണീക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങും. 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഉറങ്ങും കേട്ടോ ആൾക്കാർ 3 ആളും. അങ്ങനെ അവലെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് 37 മുറ്റത്ത് ജസ്റ്റ് ഒന്ന് സൈക്കിളോട്ടും. പിന്നെ വല്ല ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ആൾ വല്ല റോഡ് ഇറങ്ങി പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങളവിടെ എന്ന് പറഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ആ പോസ്റ്റുമ ലൈറ്റ് എത്തും. ആ ലൈറ്റാണ് ഉള്ള സിഗ്നൽ. അത് കണ്ടാൽ ഞാൻ പറയും വീട്ടിൽ കയറണം എന്ന്, ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ. അപ്പോൾ പിന്നെ അതെന്നും പാലിക്കൂട്ടാ. അത് അവളെന്നല്ല, ഞങ്ങളാ ഈ ഒരു ഏരിയയിൽ എല്ലാവരും ആ ഒരു ലൈറ്റാണ് കത്തി അവർ വിചാരം രാത്രിയായി എന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.